എറണാകുളം ജില്ലയിൽ ചെറായി ബീച്ചിനടുത്തുള്ള 36 പാംസ് ബീച്ച് റിസോർട്ട്. ആന്റിക് കോൺസെപ്റ്റിലുള്ള ഈ ഒരു റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി തൊട്ടടുത്ത് തന്നെയായി വൈഡ് ആയിട്ടുള്ള മറ്റൊരു എൻട്രിയും. കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ റിസോർട്ടിന്റെ ഓരോ വ്യൂസും അത്രയേറെ മനോഹരമാണ്. 36ഓളം തെങ്ങുകളാണ് ഈ പ്ലോട്ടിലുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊരു പേര് വന്നതും. ഏകദേശം 5 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഓഫീസ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഗാർഡൻ വ്യൂ റൂമായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിനി ഈ റൂം ടൂർ ഒന്ന് കണ്ടാലോ. ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഈ വലിയ വിൻഡോസ് റൂമിന്റെ മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ. ടു ഷട്ടർ വാർഡ്രോബിന് മുകളിലായി ടവൽസ് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. TV ഏരിയയ്ക്ക് തൊട്ടടുത്തായി ചായയും കാപ്പിയും ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും കുടിക്കാനുള്ള വെള്ളവും എന്തെങ്കിലുമൊക്കെ തണുപ്പിച്ച് കഴിക്കണമെന്നുള്ളവർക്ക് ഒരു കുഞ്ഞു റെഫ്രിജറേറ്ററും ഉണ്ട് കേട്ടോ. വളരെയേറെ കൗതുകത്തോടു കൂടിയാണ് ആന്റിക് കോൺസെപ്റ്റിലുള്ള ഈ സ്റ്റോറേജ് ബോക്സ് തുറന്നു നോക്കിയത്. കൂടാതെ ഇവിടെയുള്ള സീറ്റിംഗ് സ്പേസും ഒരുപാട് ഇഷ്ടമായി. യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ടവൽസും ബ്രഷിംഗ് കിറ്റുകളും റൂമിനകത്ത് യൂസ് ചെയ്യുന്ന ചെരുപ്പുകളും സാനിറ്ററി ബാഗുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഷവർ ജെൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ കുഞ്ഞു ബോട്ടിലുകളും വുഡൻ ബേസിലുള്ള മിററും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. സീറ്റിംഗ് സ്പേസിനടുത്തുള്ള വിൻഡോ ഓപ്പൺ ചെയ്താൽ കിട്ടുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ വ്യൂ ആണ്. റൂമിന് മുന്നിലുള്ള പാസേജിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പാസേജിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നാൽ ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനായി ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും കാണുന്ന നോക്കിത്താ ദൂരത്തോളമുള്ള കടലിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. പലതരത്തിലുള്ള ഊഞ്ഞാലുകളും ഇരിപ്പിടങ്ങളും ഒക്കെയായി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഈ കാണുന്ന ലൊക്കേഷനിലാണ് പ്രേതം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ എത്ര പേർക്കത് മനസ്സിലായി? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ വരുന്നത്. പതിയെ പതിയെ കടലിലേക്ക് മുങ്ങിത്താഴുന്ന സൂര്യനെ നോക്കി ഇവിടെ എങ്ങനെ വെറുതെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോഴേക്കും റിസോർട്ടിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നിലാവെളിച്ചത്തിൽ ആകാശവും കടലും വേർതിരിച്ചറിയാനാവാത്ത വിധമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ കാഴ്ചകൾ അതിമനോഹരവും. ഇവിടുത്തെ സ്റ്റേയിൽ നമുക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിന് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ചൂട് ദോശയും സാമ്പാറും ഇഡ്ഡലിയും ചട്നിയും ബ്രെഡും ഓംലെറ്റും കട്ട് ഫ്രൂട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറെ തൃപ്തികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ദോശയിലേക്ക് സാമ്പാറിന്റെയും ചട്നിയുടെയും കോമ്പിനേഷൻസ് നല്ല ടേസ്റ്റി ആയിരുന്നു. നീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. എസ്പെഷ്യലി ഒരു കോഫിയൊക്കെ കുടിച്ച് ആ കടലിലേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ അടിപൊളിയാണേ. റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചിറങ്ങാൻ നേരം ഡേ ലൈറ്റിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വെച്ച് മുകളിലേക്ക് കയറി. ഈ ഒരു സമയത്ത് പ്രോപ്പർട്ടി ഓണർ ആയിട്ടുള്ള ഡോറി മാമും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു. വളരെ ഹംബിൾ ആൻഡ് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള അവരെ പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നി. ഇനി ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വന്നു എന്നറിയണ്ടേ? മേക്ക് മൈ ട്രിപ്പ് ആപ്പിലൂടെ 5435 രൂപയ്ക്കാണ് 2 പേർക്കുള്ള ഈ സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തത്.
അപ്പോൾ നല്ലൊരു ബീച്ച് റിസോർട്ട് സ്റ്റേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചോളൂ.